പ്രതിപക്ഷം പറയാൻ തുടങ്ങി എത്ര കാലമായി? 4 കൊല്ലം മുമ്പേ പറഞ്ഞു തുടങ്ങിയല്ലേ. അതിലൊരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് കുറിച്ച്. ഇത് കനകോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. ആ പരിപാടി നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വാർത്താ സംവിധാനത്തോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇനി എല്ലാ ദിവസവും ഇങ്ങനെയാണ് വരിക. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഏറ്റവും നന്നായി നടക്കുന്ന ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എങ്ങനെ അതിനെയൊക്കെ ചീത്തപ്പെടുത്താം, എന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇതൊന്നും അല്ല ശരി എന്ന് എങ്ങനെ അവതരിപ്പിക്കാം എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതാ കാര്യം. അത് പിന്നെ മന്ത്രി ഉണ്ടാക്കിയതാ. പിന്നെ അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ന്യായീകരിക്കാൻ എന്താ? അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലെത്തിക്കുകയാണ് വേണ്ടത്. അതിനു പകരം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർ പോയി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന തെറ്റായ കളവായ പ്രചാരവേലക്ക് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? അവർ പോയതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ? സജീവമായി കൊണ്ടുവരാൻ തുടരാനല്ലേ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ സെറ്റും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയിൽ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ പറയേണ്ടത്. അത് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും പറയല്ല വേണ്ടേ. ഞാനിത് പറഞ്ഞത് മാധ്യമങ്ങൾ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഒരിക്കലും നിർത്തിവെച്ചിട്ടില്ല. അപ്പോൾ നിർത്തിവെക്കാതെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള പ്രചാരവേല നടത്തിയിട്ട് മനുഷ്യത്വരഹിതമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് തെറ്റായ പ്രചാരവേലയാണ്. ആദ്യം അവിടെ എത്തിയ ഉടനെ നിങ്ങൾ മൈക്കുമായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, അവിടെ സൂപ്രണ്ട് പറഞ്ഞ കാര്യം അത് സൂപ്രണ്ടും പറഞ്ഞു, ഞാനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി മന്ത്രി രാജിവെക്കണമെന്ന് പറയുക, അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വെച്ച് കേരളത്തിലുടനീളം സമരം നടത്താൻ തീരുമാനിക്കുക.